സാധാരണ ഗോതമ്പ് ദോശ നമ്മളെല്ലാവരും ഉണ്ടാക്കാറുണ്ട്. ഇത് ഗോതമ്പും ഉഴുന്നും ചേർത്തരച്ച ദോശയാണ്. 3 കപ്പ് ഗോതമ്പും 1 കപ്പ് ഉഴുന്നും കൂടി വെള്ളമൊഴിച്ച് 8 മണിക്കൂർ നേരം കുതിർക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇളക്കുക. ഇതിന് സൈഡ് ഡിഷായി നല്ലൊരു കറി തയ്യാറാക്കാം. അതിന് ഒരു പിടി ചുണ്ടങ്ങ, ഒരു കഷ്ണം കാച്ചിൽ, 2 വൈരപ്പുളി, കുറച്ച് ചക്കക്കുരു, ഇത്രയുമാണ് വേണ്ടത്. ചക്കക്കുരു ഇടിച്ചെടുത്ത് ഔട്ടർ ലെയർ നീക്കി വെള്ളത്തിലിടുക. ചുണ്ടങ്ങയും 2ആയി അരിഞ്ഞ് വെള്ളത്തിലിടുക. എല്ലാം കൂടി ഒരു കുക്കറിൽ വെച്ച് വേവിച്ച് ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടി തിളപ്പിക്കുക. ഇതിലേക്ക് ഉഴുന്നും ഉലുവയും കായപ്പൊടിയും ചേർത്ത് കടുക് താളിച്ചത് ചേർക്കുക. ഇനി നമുക്ക് ഈ അരച്ച് വെച്ച മാവ് കൊണ്ട് ദോശ തയ്യാറാക്കാം. സാധാരണ ദോശ തയ്യാറാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കുക. ഗോതമ്പ് അരച്ച് ദോശ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക സ്വാദാണ്. കൂടെ ഉഴുന്നും ചേർക്കുമ്പോൾ പ്രോട്ടീനുമായി. വളരെ സ്വാദിഷ്ടമായ ഈ ദോശയും അതിൻ്റെ കൂടെ ചക്കക്കുരു ചുണ്ടങ്ങയും ചേർത്ത കറിയും എല്ലാവരും ഉണ്ടാക്കി നോക്കുക.